Hi guys, Assalamualaikum. This is Biju Fahima here. Welcome back to my channel. എന്തിനാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ടാലും മിക്കവാറും എല്ലാവർക്കും ഇത് തിന്നാൻ പൂതിയാവും. അതുമാത്രമല്ല എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാവും ഈ വീഡിയോ കാണുമ്പോൾ. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഉണക്കച്ചെമ്മീൻ മാങ്ങാ ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. അതും ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. എത്ര ഗ്രൈൻഡറിലും മിക്സിയിലും അരച്ചാലും ഈ ഒരു അമ്മിയിൽ അരച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അത്രയും എൻഗേജ്ഡ് ആയതുകൊണ്ടാണ് ഈ മിക്സിയും ഗ്രൈൻഡറിലും പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു അമ്മിയിൽ അരച്ച ടേസ്റ്റ് ഒരിക്കലും കിട്ടൂല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ച അമ്മിയിലേക്ക് 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ അതാണൊന്ന് അരച്ചെടുക്കുന്നത്. അതൊന്ന് അരഞ്ഞു വന്നാൽ 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് 3 ചുവന്ന മുളക് അല്ലെങ്കിൽ കായ്മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഞാൻ കഷ്ണമായിട്ട് ഒരു കഷ്ണം മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ പുളിപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നല്ല പുളിപ്പുള്ള മാങ്ങ ആണെങ്കിൽ കുറച്ച് മതിയാവും. മാങ്ങ നന്നായി അരയണം. അപ്പോൾ മാങ്ങ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതത്ര വിചാരിക്കുന്ന പോലെ അത്ര വലിയ ടഫൊന്നും അല്ല. ഞാൻ വിചാരിച്ചത് അമ്മിയിൽ അരക്കല് ഭയങ്കരമാണ്, പക്ഷെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനൊരു വാട്സപ്പ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ആൻറ്റി ചെയ്യുന്നത്. അത് കണ്ടേറെ പൂതിയായിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ വിചാരിച്ച് അത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന്. അപ്പോൾ തേങ്ങ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും സൈഡാക്കിയിട്ട് നമുക്ക് ഉണക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത് ഹസ്ബൻഡിൻ്റെ മമ്മി വീട്ടിൽ തന്നെ ഉണക്കിയ ചെമ്മീനാണ്. അപ്പോൾ അത് നന്നായി അരച്ചെടുക്കാം. ഇപ്പം തന്നെ ഇത് അരക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ തന്നെ തിന്നാൻ പൂതിയാവും. അപ്പോൾ ആ ഒരു ചെമ്മീനൊന്ന് അരഞ്ഞു വന്നാൽ ബാക്കി തേങ്ങൻ്റെ മിക്സ്ചറിൻ്റെ അപ്പുറം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വടിച്ചെടുക്കാം. ഇനിയാണ് ശരിയായ കളി. ഈ ഒരു അമ്മിയിൽ ഇങ്ങനെ ചോറിട്ട് തിന്നാൽ അണുക്കെല്ലാം ചെറുത് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഉമ്മയെല്ലാം ഉണ്ടാക്കിയാൽ എന്നെ വിളിക്കൂ ലാസ്റ്റ് ആയാൽ ഇവ തിന്നാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചമ്മന്തിയും റെഡിയായി. ആ അമ്മിയിൽ പരക്കിയ ചോറെല്ലാം റെഡിയായപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചട്ടിച്ചോറ് മാതിരിയാണ് തിന്നാൻ പോകുന്നത്. അപ്പോൾ ഇന്നുണ്ടാക്കിയത് കൊടംപുളി ഇട്ട് വെച്ച ചെമ്മീൻ കറീൻ്റെ ചട്ടി ഉണ്ടായിന്. അതിൽ കറി മാറ്റിയിട്ട് ഞാൻ കുറച്ച് ചോറിട്ട് മിക്സ് ആക്കി. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടിയും ചോറിട്ടിട്ട് ബാക്കി കറിയെല്ലാം ഇട്ട് കൊടുക്കുക ചെയ്തത്. അതിൽ കുറച്ച് അമ്മിയിൽ പരക്കിയ ചോറും മിക്സ് ആക്കിയിട്ടുണ്ടായിന്. ഇത് കർമൂസയും മാങ്ങയും ആ ഉണക്ക ചെമ്മീനും ഇട്ട കറിയാണ്. പിന്നെ ഉപ്പ് നാരങ്ങ, ചീര വറവും പപ്പടവും ആ ഒരു ചമ്മന്തിയും വെച്ചിട്ടാണ് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നത്. സാധാരണ എല്ലാവരും ചട്ടിച്ചോറ് കഴിയുമ്പോൾ ആ ചട്ടി ഫുൾ ചോറ് കാണലുണ്ട്. അപ്പം ഞാൻ വിചാരിക്കലുണ്ട് ഇത്രയും ഒരാൾക്ക് തിന്നാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ കുറച്ച് ചോറിട്ടിട്ടാണ്. സാധാരണ ഞാൻ അങ്ങനെ അധികം ചോറ് തിന്നുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇത് അത്ര ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് തിന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.